ലോകത്തിൽ ഇന്നേ വരെ നടന്നതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ലൈംഗിക പീഡനമെന്ന തലവാചകത്തോടെയാണ് ജെൻഗോ ഫെറൂട്ടയുടെ കഥ പ്രചരിക്കുന്നത്. 17കാരിയായ ജാപ്പനീസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് സുഹൃത്തുക്കൾ എന്ന് വിശ്വസിച്ചിരുന്ന സഹപാഠികളായിരുന്നു. 1988 നവംബർ 22-നായിരുന്നു അവളെ 4 സഹപാഠികൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. 44 ദിവസത്തെ അതിക്രൂരമായ ബലാത്സംഗത്തെ തുടർന്ന് 1989 ജാനുവരി 4-ന് അവൾ കൊല്ലപ്പെടുകയായിരുന്നു. സഹപാഠികളായ ആൺകുട്ടികൾ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ജെൻഗോയെ ഒരു വീട്ടിൽ എത്തിക്കുന്നത്. തുടർന്ന് ജെൻഗോ അവിടെ വീട്ടുതടങ്കലിലായി. പിന്നെ നടന്നത് ലോക ചരിത്രത്തിൽ ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത കൊടും ക്രൂരതകളായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം താൻ ഒളിച്ചോടി ഇനി അന്വേഷിക്കേണ്ടതെന്നും ജെൻഗോയെ കൊണ്ട് പീഡകന്മാർ പറയിപ്പിച്ചു. കൊടും പട്ടിണിയും പോഷകക്കുറവും മൂലം പാറ്റയെയും പല്ലിയെയും വരെ ജെൻഗോയ്ക്ക് കഴിക്കേണ്ടി വന്നു. മുഖം കോൺക്രീറ്റ് തറയിൽ ഉരയ്ക്കപ്പെട്ടു. കൈകൾ തറയിൽ വെച്ച് ചവിട്ടി ഞെരിക്കപ്പെട്ടു. ഉത്തരത്തിൽ കെട്ടിത്തൂക്കി പഞ്ചിങ് ബാഗ് പോലെ അവർ അവളെ അടിച്ചു രസിച്ചു. ഇതിനിടയിൽ അവളുടെ മൂക്കിൽ രക്തം വന്ന് അടഞ്ഞു പോയതിനാൽ വാ തുറന്നു പിടിച്ച് ശ്വസിക്കേണ്ടി വന്നു അവൾക്ക്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുകയും കാലുകളിലും പാദങ്ങളിലും പെട്രോൾ പോലുള്ള ദ്രാവകമൊഴിച്ച് കത്തിക്കുകയും ചെയ്തു. രഹസ്യഭാഗത്തിൽ കുപ്പികൾ കയറ്റുകയും പടക്കം വെച്ച് പൊട്ടിക്കുകയും ചെയ്തു അവർ. പൊള്ളിവെന്ത കാലുകൊണ്ട് നടക്കാനാവാത്ത അവളെ മുളവടി കൊണ്ട് അവർ അടിച്ചു. കൈകളും നഖങ്ങളും ചതച്ച് പൊട്ടിച്ചു. ശരീരമാകെ ഇരുമ്പുവടി കൊണ്ട് അടിച്ചു. പീഡനത്തിന്റെ 30-ാം ദിവസം ചൂടുമെഴുക് അവളുടെ മുഖത്ത് ഉരുക്കിയൊഴിച്ചു. കൺപോളകൾ സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുന്നു. മാറിലാകെ സൂചികൾ കുത്തിക്കയറ്റുകയും ഇടത് നിപ്പിൾ പ്ലെയർ കൊണ്ട് മുറിച്ചെടുക്കുകയും ചെയ്തു. ജനനേന്ദ്രിയത്തിൽ ചൂടുള്ള കത്രികയും ബൾബും കയറ്റി അവർ. ഈ ദിവസങ്ങളിൽ ജെൻഗോയുടെ ചെവിയുടെ പാട തകർക്കപ്പെട്ടു. തലച്ചോർ ഉള്ളിൽ നിന്ന് ചുരുങ്ങുകയും ചെയ്തു. പീഡനത്തിന്റെ 40-ാം ദിവസം എന്നെ ഒന്ന് കൊന്നുതരൂ എന്നവൾ യാചിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. 1989 പുതുവർഷത്തിൽ അവളുടെ ശരീരം ചതച്ച് ഒതുക്കപ്പെട്ടു. പീഡനത്തിന്റെ 44-ാം ദിവസമായ 1989 ജാനുവരി 4-ന് അവളുടെ ശരീരം 4 പീഡകന്മാരും ചേർന്ന് ഇരുമ്പ് ബാർബൽ കൊണ്ട് അടിച്ചൊടിച്ചു. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തമൊലിച്ച് കിടന്ന അവളുടെ കണ്ണും മുഖവും മെഴുകുതിരി നാളങ്ങൾ കൊണ്ട് പൊള്ളിച്ചു. കാലുകളിലും കൈകളിലും വയറിലും പെട്രോളിന് സമാനമായ ദ്രാവകം ഒഴിച്ച് തീ കൊളുത്തി. അവസാന പീഡനം 2 മണിക്കൂർ വരെ നീണ്ടുനിന്നു. ആ ദിവസത്തിന്റെ അവസാനം ജെൻഗോ ഫെറൂട്ട എന്ന 17കാരി കൊടും പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരണത്തിന് കീഴടങ്ങി. തന്റെ മകൾക്ക് സംഭവിച്ചതറിഞ്ഞ് അവളുടെ മാതാവ് കുഴഞ്ഞു വീണു. തുടർന്ന് മാനസിക നില തകർന്ന അവർ മനോരോഗ കേന്ദ്രത്തിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ അവളെ പീഡിപ്പിച്ച കാബാലികർ 28 വർഷങ്ങൾക്ക് ശേഷവും സ്വതന്ത്രരായി നടക്കുകയാണ്.